ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഋഷിഭ്യോ നമ. ഓം ശ്രീ പരമഋഷിഭ്യോ നമ. ഓം ശ്രീ പരാശക്തിയേ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 155-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ദ്രവിണോദാദാതുനോ വസൂനിയാനി ശൃണ്മിരേ ദേവേഷു താവനാമഹേ. ഇതാണ് മന്ത്രം. അന്വയം: യാനി ധനാനി ശൃണ്ണുരേ താ ദേവേഷു നിമിത്തഭൂതേഷു വനാമഹേ. ദ്രവിണദാ ന താനി വസൂനി ദദാതു. ശൃണ്ണുരേ പ്രസിദ്ധമാണോ അല്ലെങ്കിൽ മഹത്തായ രീതിയിൽ, താ യാനി അത് യാതൊന്ന്, ദേവേഷു നിമിത്തഭൂതേഷു വനാമഹേ ദേവന്മാർ നിമിത്തമായിട്ടുള്ള ധനത്തെ ഉപയോഗപ്പെടുത്തി അവരെ തന്നെ യജിക്കാൻ ഉദ്ദേശിച്ച് ദേവന്മാർക്ക് യാഗത്തിലൂടെ അവർ ദാനം ചെയ്ത ധനം സമർപ്പിക്കുന്നു. ദേവന്മാർ അനുഗ്രഹപൂർവ്വം നൽകിയ ധനം സമർപ്പണമായിട്ട് ദേവന്മാർക്ക് തന്നെ സമർപ്പിക്കുന്നു. ദ്രവിണത ധനപ്രദനായിട്ടുള്ള അഗ്നിദേവൻ, ധനം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള അഗ്നിദേവൻ. വസൂനി ആ ധനത്തെ ദദാതു നൽകി അനുഗ്രഹിക്കട്ടെ. അർത്ഥം: യാതൊരു ധനം ദേവന്മാർ അനുഗ്രഹിച്ച് നൽകിയത് ഹമിസ് സമർപ്പിക്കാനായിട്ടു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യശസ്കരമാകുമോ, പ്രശംസാപൂർണമാകുമോ? ദേവന്മാർ അനുഗ്രഹപൂർവം നൽകിയ ആ ധനത്തെയാണ് ഞാൻ യാഗവേദിയിൽ അവരുടെ പേരിൽ തന്നെ ഹവിസായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഗ്നിനാദത്തം രയീം അസ്നവൽ എന്ന് അഗ്നിമന്ത്രമുണ്ട് ആദ്യത്തെ ഋഗ്വേദത്തിൽ. ദേവാനുഗ്രഹത്താൽ സൽക്കർമാനുഷ്ഠാനത്തിലൂടെ നേടിയ ധനം ആണ് യാഗഹോമാദി ഈശ്വരീയമായ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൽക്കർമാനുഷ്ഠാനങ്ങളിലൂടെ നേടിയ ധനമാണ് യാഗഹോമാദി ഈശ്വരീയമായ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നാണ് ഋഷിമതം, ഋഷിമാരുടെ അഭിപ്രായം. അങ്ങനെയുള്ള ധനത്തെയാണ് യാഗപുരോഹിതനും യജമാനനും ഋത്വിക്കും നേടുന്നത്. ഐശ്വര്യപൂർണമായ അഗ്നിദേവൻ ആ ധനത്തെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തിന്? ദേവദത്തമായിട്ടുള്ള ധനം ദേവന് തന്നെ ഹവിസായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.